PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ PSCയിൽ നിന്നും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ മെസ്സേജ് വന്നിട്ടുള്ളത് LGS ആലപ്പുഴ ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ LGS പരീക്ഷ എഴുതിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായും ക്ലിയറായും അധികം വൈകാതെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ അതിനധികം ദിവസത്തെ സമയപരിധിയൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ കൂടെ ഒരു ഡിക്ലറേഷൻ ഫോമും ഡിഗ്രി പാസ്സായിട്ടില്ല നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് അത് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഡിഗ്രി പാസ്സായിട്ടില്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ ഫോമും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിലെ പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം എറണാകുളവും കോഴിക്കോടും കൂടെ ഒരുമിച്ചായിരുന്നു. ഡിസംബർ 7, 2024 ഡിസംബർ 7 ആയിരുന്നു ഇതിൻ്റെ പരീക്ഷ PSC നടത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളൊക്കെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. ഇതിൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 9 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യും, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 91-ലാണ് ഈ പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ചാനലിൻ്റെ ഒരു ഇത് പ്രകാരം ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയണത് ഒരു 63-നും 68-നും ഇടയിൽ ജനറൽ കാറ്റഗറിയിലാണ് പറയണത് ഇടയിൽ വരാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്ക് ഉണ്ടാവുമല്ലോ, ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കും നിങ്ങളുടെ കാറ്റഗറിയും കൂടെ ആ കമൻസിലൊന്നിട്ടാൽ ആലപ്പുഴ ജില്ലയിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് എത്ര മാർക്ക് വരെയുള്ളവർക്കൊക്കെയാണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നതെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ പരീക്ഷ എഴുതിയ പരീക്ഷയ്ക്ക് LGS പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 35,135 പേരാണ്. 23,708 പേര് കൺഫേം ചെയ്യുകയും 15,651 പേരാണ് പരീക്ഷ എഴുതുകയും ചെയ്തത്. നമുക്ക് ലഭ്യമായ കണക്കുകൾ വെച്ചിട്ടുള്ള ഇതാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ ഇനി ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ നിലവിൽ LGSൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. 2025 ജൂലൈ 17 വരെ അതിൻ്റെ കാലാവധി ഉണ്ടല്ലോ. അപ്പോൾ ഇതുവരെ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് 393 പേർക്കാണ് 454 പേരൊക്കെയാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ 393 പേർക്കാണ് ഇതുവരെ PSC അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുള്ളത്. അതായത് നിയമന സാധ്യത കിട്ടിയിട്ടുള്ളതെന്ന് അർത്ഥം. 393 ഉദ്യോഗാർത്ഥികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കുറച്ച് മാസങ്ങളും കൂടി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറേ കൂടെ നിയമനങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്നാണ് അഡ്വൈസ് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ളവർ അതുപോലെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുള്ളവർ മറക്കാതെ നിങ്ങളുടെ മാർക്കും കാൽക്കുലേറ്റ് ചെയ്ത മാർക്കും കാറ്റഗറിയും കമൻസിലിടുക. ഓക്കെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.